കുറേ കാലമായി വീഡിയോക്ക് വോയിസ് കൊടുക്കാത്ത, അപ്പം ഇന്ന് വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിട്ടുള്ളത് പനീർ ബട്ടർ മസാലയായിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അപ്പം മിൽക്കി മിസ്റ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം വേണം കുറച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു 50 ഗ്രാമോളം ബട്ടർ വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 തക്കാളി വേണം. പിന്നെ 3 പച്ചമുളക് വേണം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. ഒരു 10-15 എണ്ണം വേണം. പിന്നെ കുറച്ച് 1/2 സ്പൂണ് ചെറിയ ജീരകം കൂടി വേണം. അപ്പോൾ ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 50 ഗ്രാമോളം ബട്ടർ വേണം. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലേൻ്റെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഇതുവരെ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കസൂരി മെത്തിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മളെ ഫ്രഷ് ക്രീമാണ്. അത് 1-2 സ്പൂണ് മാത്രം ചേർത്താൽ മതി. ഫുള്ളായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഇത്. ഇപ്പോൾ പനീർ മസാല തന്നെ പല വിധത്തിലും ആക്കലുണ്ട്. ഇതുപോലെ ആക്കി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ.